വീൽചെയറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുമായാണ് പക്ഷാഘാതത്തെ തുടർന്ന് ശരീരം തളർന്ന മനോജ് പുഷ്പാങ്കദനും സുഹൃത്ത് ദിലീപും ഇന്നലെ രാത്രി മസ്കത്ത് വിമാനത്താവളത്തിൽ എത്തിയത്. ബോർഡിംഗ് പാസ് എടുത്ത് ലഗേജ് സ്വീകരിച്ച ശേഷമാണ് ജെറ്റ് എയർവേസ് അധികൃതർ യാത്ര നിഷേധിച്ചത്. ആശുപത്രിയിൽ നിന്ന് നൽകിയ ഡിസ്ചാർജിംഗ് ഷീറ്റിൽ രോഗിക്ക് ഓക്സിജൻ സിലിണ്ടർ കൂടെ വേണമെന്ന നിർദ്ദേശമാണ് വിനയായത്. ഇനി എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് ഡോക്ടറെ കണ്ട് വേറെ എഴുതി മേടിക്കണം. എഴുതി മേടിച്ചിട്ട് ഓക്സിജൻ വേണ്ടെന്നുള്ള എഴുതി മേടിച്ചിട്ട് ഇപ്പോൾ ഓക്സിജൻ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, കാല കൈക നീരും കാര്യങ്ങളൊന്നുമില്ല, ചുമയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എഴുതി മേടിച്ചിട്ട് അടുത്ത പോകാനുള്ള നോക്കണം. മാസങ്ങളോളം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന പാങ്ങോട് സ്വദേശി മനോജിന്റെ ദുരവസ്ഥ നേരത്തെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് രംഗത്തിറങ്ങിയ സാമൂഹ്യ പ്രവർത്തകരുടെ കൈത്താങ്ങിലാണ് ഇദ്ദേഹത്തിന് ചികിത്സ തുടരാനായത്. പരസഹായമില്ലാതെ നടക്കാനാവില്ലെങ്കിലും മനോജിന് ഇപ്പോൾ സംസാരിക്കാം. നടക്കാനും പോകാനും പറ്റില്ല, ഒരാളെ സഹായം പറ്റില്ല, ഒരാളിനെ കൊണ്ട് നോക്കൂല, ചിലപ്പോൾ രണ്ടുപേര് വേണ്ടി. ഓക്സിജൻ സിലിണ്ടറില്ലെന്ന് പറഞ്ഞു മടക്കിയ ഇദ്ദേഹത്തിന് പരിമിതമായ സൗകര്യങ്ങൾ നൽകാൻ നിർമ്മാണ തൊഴിലാളികളായ സുഹൃത്തുക്കൾക്ക് കഴിയൂ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ സൗകര്യമില്ല. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുമനസുകളുടെ കാരുണ്യത്തിലാണ് മനോജിന് ടിക്കറ്റ് ശരിയായത്. പക്ഷേ സാങ്കേതികത്വം പറഞ്ഞ് യാത്ര മുടങ്ങിയിരിക്കുകയാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ.